Hello students, now only we are going to prove the groupoid properties. First we are going to prove the identity property 2. For that, let us consider the constant map, say E naught, which maps all points to 0 in I to I. E naught is a path in, E naught is a function in I, images in I, such that it maps every point from I to 0. And we have another function, say the identity function from I to I, which maps each points of closed interval 0, 1 to itself. നമ്മൾ നേരത്തെ എക്സിലേക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിന് പകരം ഇപ്പൊ ഐയിലാണ് പറയുന്നത്. ഐ ടു എക്സ് ആണ് നമ്മൾ പാത്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 തന്നെയുള്ള പാത്സ് ആണ് ഇപ്പൊ പറയുക. ഫസ്റ്റ് വൺ ഈസ് ഇ നോട്ട്, മാപ്സ് ഓൾ പോയിന്റ്സ് ഓഫ് 0, 1 to 0, and second one is the identity function in I maps the points of I to itself. That means 0 to 1. These are two maps. Then we can define E naught star I. E naught star I. E naught star I. E naught star I. ഇത് ഡിഫൈൻ ചെയ്യാൻ ആകെ വേണ്ടത് ഇ നോട്ടിന്റെ അവസാനത്തെ പോയിന്റ് അത് 0 ആണ്, ഐയുടെ ആദ്യത്തെ പോയിന്റ് ആവണം. ഐ 0, 1 നിന്ന് 0, 1 അപ്പൊ ഐയുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇ നോട്ട് ഓഫ് 0, ഇ നോട്ട് എല്ലാത്തിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് 0. ഐ ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ, ഐ ഓഫ് 0 എന്ന് പറയുന്നത് അപ്പോൾ 0 തന്നെയാണ്. അപ്പൊ ഇ നോട്ട്സിന്റെ അവസാനത്തെ പോയിന്റ്, അങ്ങനല്ലേ നമുക്ക് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ട കണ്ടീഷൻ. അപ്പൊ ഇത് സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇ നോട്ട് സ്റ്റാർ ഐ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇ നോട്ട് സ്റ്റാർ ഐ ഈസ് ഓൾസോ എ പാത്ത് ഫ്രം ഇ നോട്ട് സ്റ്റാർ ഐ ഈസ് ഓൾസോ എ പാത്ത് ഫ്രം 0 to 1. സ്റ്റാർ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന അറിയാം, കുറെ ഭാഗം ഇ നോട്ട് വെച്ച്, ബാക്കി കുറെ ഭാഗം ഐ വെച്ച്. എനിവേ വി ക്യാൻ ഗെറ്റ് പോയിന്റ്സ് ഓഫ് 0, 1. സോ ഇ നോട്ട് സ്റ്റാർ ഐ ഈസ് ഓൾസോ എ പാത്ത് ഇൻ 0, 1. വേറൊരു പാത്ത് ഇൻ 0, 1 നമുക്കുണ്ട്, ഐഡന്റിറ്റി പാത്ത് ഇൻ 0, 1. ദിസ് ഈസ് ഓൾസോ എ പാത്ത് ഇൻ 0, 1. ഐ ഈസ് എ പാത്ത് ഇൻ 0, 1. ഐ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്റർവൽ ആണ്. ദാറ്റ് ഈസ് എ കോൺവെക്സ് geometrical figure. So there is a path homotopy between ഐയും 0, 1 നിന്ന് 0, 1ലേക്കുള്ള പാത്താണ്. ഇ നോട്ട് സ്റ്റാർ ഐയും അങ്ങനെയാണ്. സോ ഐ ആൻഡ് ഇ നോട്ട് സ്റ്റാർ ഐ ആർ പാത്ത് ഹോമോട്ടോപ്പിക്. രണ്ടും 0, 1ലെ പാത്സ് ആണ്. 0, 1 ഒരു കോൺവെക്സ് സെറ്റ് ആയതുകൊണ്ട്, കോൺവെക്സ് സെറ്റിന്റെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഐയും ഇ നോട്ട് സ്റ്റാർ ഐയും പാത്ത് ഹോമോട്ടോപ്പിക് ആണ്. അപ്പൊ എഫ് എഫ് ഡാഷും പാത്ത് ഹോമോട്ടോപ്പിക് ആണെങ്കിൽ കെ കോമ്പോസിഷൻ എഫും കെ കോമ്പോസിഷൻ എഫ് ഡാഷും പാത്ത് ഹോമോട്ടോപ്പിക് ആണ് എന്ന് നമുക്കറിയാം. സോ ലെറ്റ് us consider a function, continuous function f. If we consider a continuous function f from I to path I to x, f from I to x നമ്മൾ പരിഗണിക്കുവാണെങ്കിൽ ഇനി എഫ് കോമ്പോസിഷൻ ഐയും ഇ നോട്ട് സ്റ്റാർ ഐയും, അപ്പൊ എഫ് കോമ്പോസിഷൻ ഐ will be path homotopic to f composition E naught star I. ഇതാ കാരണം, ഇവര് പാത്ത് ഹോമോട്ടോപ്പിക് ആണ്. ഈ പറഞ്ഞ പോലെ എഫ് ഹോമോട്ടോപ്പിക് ടു എഫ് ഡാഷ് പറഞ്ഞ പോലെ. അപ്പൊ കെ കോമ്പോസിഷൻ എഫ് ഹോമോട്ടോപ്പിക് ടു കെ കോമ്പോസിഷൻ എഫ് ഡാഷ് എന്ന്, കെയുടെ സ്ഥാനത്ത് ഇപ്പൊ എഫ് ആണെന്നുള്ളൂ, എഫിന്റെ എഫ് ഡാഷിന്റെ സ്ഥാനത്ത് ഐയും ഇ നോട്ട് സ്റ്റാർ ഐയും ആണെന്നുള്ളൂ. അപ്പൊ എഫ് കോമ്പോസിഷൻ ഐ എന്ന് പറയുന്നത് എഫ് കോമ്പോസിഷൻ ഇ നോട്ട് സ്റ്റാർ ഐയോട് പാത്ത് ഹോമോട്ടോപ്പിക് ആയിരിക്കും. F composition I is the identity function, so that is F. F will be path homotopic to F composition E naught star I എന്ന് പറയുന്നത് F composition E naught star, F composition E naught star, K composition F star G, K composition F star, K composition G എന്ന് പറഞ്ഞതുപോലെ F composition E naught star, F composition I. അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് പ്രോപ്പർട്ടീസും, നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചെയ്ത രണ്ട് പ്രോപ്പർട്ടീസും ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ എഫ് പാത്ത് ഹോമോട്ടോപ്പിക് ടു എഫ് കോമ്പോസിഷൻ ഇ നോട്ട് എന്താ എല്ലാത്തിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്. എഫ് കോമ്പോസിഷൻ ഇ നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇ നോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇ നോട്ട് 0 ആണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എഫ് ഓഫ് 0, എഫ് ഈസ് എ പാത്ത് ഫ്രം
x0 to x1. Path from x0 to x1. x0 to x1 ആണെങ്കിൽ f of 0 from x0 I to x, x0 to x, പാത്ത്സ് നമ്മൾ പരിഗണിക്കുന്നത് x0 to x1. അപ്പോൾ f0 എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് ആണ്. അപ്പൊ എല്ലായിടത്തും ഇതാ എഫ് ഓഫ് ഇ നോട്ടാ. ഇ നോട്ട് എപ്പോഴും സീറോ. ഇ നോട്ട് എല്ലാ പോയിന്റ്സിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എപ്പോഴും എഫ് ഓഫ് സീറോ ആണ് എഫ് കോമ്പോസിഷൻ ഇ നോട്ടിൽ നമുക്ക് കിട്ടുക. എഫ് കോമ്പോസിഷൻ ഇ നോട്ട് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇ നോട്ട് ഓഫ് എക്സ്, ഇ നോട്ട് എല്ലാത്തിനെയും സീറോയിലേക്ക്. എഫ് ഓഫ് ഇ നോട്ട് എക്സ് ആണ്. ഇ നോട്ട് എക്സ് ഈക്വൽ ടു സീറോ ആണ്. സോ എഫ് ഓഫ് സീറോ ആണ്. എഫ് ഓഫ് സീറോ ഈക്വൽ ടു എക്സ് നോട്ട്. ദിസ് ഇസ് എ പാത്ത് ഫ്രം എക്സ് നോട്ട് ടു എക്സ് വൺ. സോ എക്സ് നോട്ട് ആണെങ്കിൽ അതിനെ ഇ എക്സ് നോട്ട് എന്ന് വിളിക്കാം. ഇ എക്സ് നോട്ട് എപ്പോഴും എക്സ് നോട്ട് ആണ്. ഇ എക്സ് ഈസ് ദ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. നമ്മുടെ പ്രോപ്പർട്ടിയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ. ഇ എക്സ് ഈസ് ദ ഫംഗ്ഷൻ such that it maps all points to x. Here it maps f composition e naught maps all points to x naught. So this is e x naught. E x naught star f composition I is identity function f. F is homotopic to e x naught star f. So equivalent class of f equal to equivalent class of e x naught star f. e x naught star f ന്റെ equivalent class അത് നമ്മൾ നേരത്തെ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തതനുസരിച്ച് ഇക്വലന്റ് ക്ലാസ് ഓഫ് ഇ എക്സ് നോട്ട് സ്റ്റാർ എക്സ് ഇക്വലന്റ് ക്ലാസ് ഓഫ് എഫ് എന്നും പറയും. സോ ഇക്വലന്റ് ക്ലാസ് ഇ എക്സ് നോട്ട് സ്റ്റാർ ഇക്വലന്റ് ക്ലാസ് എഫ് ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് എഫ് എന്നുള്ള ലെഫ്റ്റ് ഐഡന്റിറ്റി നമുക്ക് കിട്ടി. റൈറ്റ് ഐഡന്റിറ്റിക്ക് ഇപ്പോൾ നമ്മൾ എക്സ് നോട്ടിലേക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞതുപോലെ ഇ വണ്ണിനെ എടുക്കണം. ഇവിടെ എടുത്ത ഇ നോട്ട് ഫ്രം ഐ ടു ഐ മാപ്സ് ഓൾ പോയിന്റ്സ് ടു സീറോ എന്നുള്ളതിന് പകരം ഇ വൺ മാപ്സ് ഓൾ പോയിന്റ്സ് ടു വൺ ഐ ടു ഐ അത് പരിഗണിച്ച് പോന്നാൽ നമുക്ക് ഇതുപോലെ ഇക്വലന്റ് ക്ലാസ് എഫ് ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് എഫ് സ്റ്റാർ ഇ എക്സ് വൺ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എഫ് സ്റ്റാർ ഇ എക്സ് വൺ എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് റൈറ്റ് ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതിന്റെ പ്രൂഫിലേക്ക് ഇനി വേറെ പോകണമെന്നില്ല. അത് തന്നെ പ്രൂവ് ചെയ്യാൻ എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു ലോജിക്കിൽ അത് കാണിക്കണമെന്നേ ഉള്ളൂ. ചോദിക്കാൻ സാധ്യത ഒരു ഒറ്റ തീർവായിട്ടാണ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ഐഡന്റിറ്റീസ്. ലെഫ്റ്റ് ഐഡന്റിറ്റി പ്രൂവ് ചെയ്തു. സിമിലർലി വി ക്യാൻ പ്രൂവ് a right identity by taking e1 from I to I mapping all points of I to the point 1. അപ്പോൾ ഈ ഇപ്പൊ ചെയ്തതുപോലെ ലെഫ്റ്റിൽ ഇ നോട്ട് സ്റ്റാർ ആയി പറ്റത്തില്ല. സ്റ്റാർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇ നോട്ടിന്റെ അവസാനത്തെ പോയിന്റും ഐയുടെ ആദ്യത്തെ പോയിന്റും സെയിം ആവണം. അതുപോലെ ഐയുടെ അവസാനത്തെ പോയിന്റും ഇ വണ്ണിന്റെ ആദ്യത്തെ പോയിന്റും ശരിയാവുള്ളൂ. ഇ വൺ ഈക്വൽ ടു 1 എന്നാണ്. അതുകൊണ്ട് ഐ സ്റ്റാർ ഇ വണ്ണേ നമുക്ക് അവിടെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ റിവേഴ്സ് പാത്തും തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ റിവേഴ്സ് പാത്തിന് റൈറ്റ് സൈഡ് വെച്ചാൽ ഇ എക്സ് നോട്ടിന്റെ ഇക്വലന്റ് ക്ലാസും റിവേഴ്സ് പാത്തിന് ലെഫ്റ്റ് സൈഡ് വെച്ചാൽ ഇക്വലന്റ് ക്ലാസ്സസിൽ ഇ എക്സ് വണ്ണിന്റെ ഇക്വലന്റ് ക്ലാസും കിട്ടും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ലെറ്റ് us കൺസിഡർ ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഐ ഫ്രം മൂന്നാമത്തത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഐ ഫ്രം ഐ ടു ഐ ഇതാണ് പരിഗണിക്കുക. അതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. ഐഡന്റിറ്റി ഫംഗ്ഷൻ സീറോയെ സീറോയിലേക്ക് മാപ്പ് ചെയ്യും. പോയിന്റ് വണ്ണിന് പോയിന്റ് ഐ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ഹിയർ ഓൾസോ ക്ലോസ്ഡ് ഇന്റർവൽ 0 1. അപ്പോൾ 0.5നെ 0.5ലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് ഐഡന്റിറ്റി പാത്ത് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി പാത്ത് ഇവിടെ വരെയുണ്ട്. പാത്ത് ഇങ്ങനെയാണ്. ദിസ് ഇസ് ഐ ഫ്രം 0 1 to 0 1. Now we consider I bar. I bar is from I to I and it is defined by I bar of S equal to 1 minus S. ഇവിടെ I of S equal to S itself. ഒരു പോയിന്റ് അതിലേക്ക് തന്നെ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ആകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾക്കറിയാം. I of 0 എന്ന് പറയുന്നത് അപ്പോൾ 1 എന്ന് വരും. I of 0 0 1 this is 0 this is 1. I of 0 എന്ന് പറയുന്നത് 1 വരും, ഇവിടെ വരും. അപ്പൊ ഇതിന്റെ തിരിച്ച് I of 1 എന്ന് പറയുന്നത് 0 എന്ന് വരും. ഇതാണ് I tilde പാത്ത്. I and I tilde are reverses. അങ്ങനല്ലേ? ഇതിന്റെ റിവേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്ത പാത്ത്. I tilde is called the reverse path in the interval I. Then you can define I star I tilde.
നമുക്ക് പ്രോഡക്റ്റ് ഐ സ്റ്റാർ ഐ ബാർ റിവേഴ്സ് ഐയും ഐയുടെ റിവേഴ്സിന്റെ പ്രോഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അന്നേരം എന്നാ ഐ ഓഫ് 2s as element of 0, 1/2. ഐ സ്റ്റാർ ഐ ടിൽഡ ഐ സ്റ്റാർ ഐ ബാർ ഞാൻ വരയ്ക്കുവാണ്. 0, 1. ദിസ് ഈസ് 0, 1. അതെങ്ങനെയായിരിക്കും? 0, 1/2 എന്ന് പോയിന്റ്സ് എടുക്കുമ്പം അതിന് ഐ സ്റ്റാർ ഐ ഓഫ് 2s 1/2 വരുമ്പോൾ അത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്തിയിരിക്കും. സോ ഇങ്ങനെയായിരിക്കും. ഐ ഓഫ് 1/2 എടുക്കുമ്പോൾ അത് 1 ആവും. പിന്നെ ജി അല്ലെങ്കിൽ ഐ ബാർ ആണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത് വന്ന പോലെ താഴേക്ക് തിരിച്ചു വരും. അതിങ്ങനെ ഇവിടെ എത്തും. ദിസ് ഈസ് ഐ സ്റ്റാർ ഐ ടിൽഡ. കോഡൊമൈനിലേക്ക് നോക്കുമ്പോൾ ഐ 0ൽ നിന്ന് 1ലേക്ക് പോയി, ഐ ടിൽഡ 1ൽ നിന്ന് 0ലേക്ക് പോയി. പക്ഷെ ഐ സ്റ്റാർ ഐ ടിൽഡ 0ൽ തുടങ്ങി ഇങ്ങനെയൊക്കെ പോയി അവസാനം 0ലേക്ക് വന്നു. 0ൽ തുടങ്ങി 0ലേക്ക് പോകുന്ന പാത്താണ് ഐ സ്റ്റാർ ഐ ടിൽഡ. 0 to 0. ഇത് 0 to 1 ആയിരുന്നു, ഇത് 1 to 0 ആയിരുന്നു, ഇത് 0 to 0 ആണ്. 0 to 0 മാപ്പ് ഐയിൽ ഡിഫൈൻ ചെയ്യാവുന്ന കോൺസ്റ്റന്റ് മാപ്പിനെ നമുക്കറിയാം. ഐയിലെ എല്ലാ പോയിന്റ്സിനെയും 0ലേക്ക് മാപ്പ്. ഇതങ്ങനെയല്ല, ഐയിലെ എല്ലാ പോയിന്റ്സിലെയും 0ലേക്കല്ല, 0ൽ തുടങ്ങി 0ൽ വന്നു. കോൺസ്റ്റന്റ് മാപ്പ് E naught മാപ്സ് ഓൾ പോയിന്റ്സ് ഓഫ് 0, 1 to 0, 1. അപ്പൊ അത് ഇവിടെ തന്നെ കിടക്കും. E naught എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് E naught. ദിസ് ഈസ് E naught. ദിസ് ഈസ് ഐ സ്റ്റാർ ഐ ബാർ. സോ E naught ഈസ് പാത്ത് ഹോമോട്ടോപിക് ടു 0 to 0 പാത്ത്സ് ആണ് രണ്ടും. ഐ സ്റ്റാർ ഐ ബാർ ഇത് രണ്ടും പാത്ത് ഹോമോട്ടോപിക് ആണ്. എഫ് ഹോമോട്ടോപിക് ടു എഫ് ഡാഷ് ആവുമ്പോൾ കെ കോമ്പോസിഷൻ എഫ് ഹോമോട്ടോപിക് ടു കെ കോമ്പോസിഷൻ എഫ് ഡാഷ് നമുക്കുണ്ട്. സോ ഇത് എഫിന്റെ പൊസിഷനിലും ഇത് എഫ് ഡാഷിന്റെ പൊസിഷനിലും നിൽക്കുക. ടേക്ക് എഫ് ഫ്രം ഐ ടു എക്സ്, എ പാത്ത് ഇൻ എക്സ് നോട്ട് ടു x1. ദെൻ എഫ് കോമ്പോസിഷൻ E naught ഈസ് പാത്ത് ഹോമോട്ടോപിക് ടു. ഇത് സെന്റൻസുകളിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നേരെ ഹോമോട്ടോപിക്. F composition E naught is homotopic. There is a homotopy between F composition E naught and F composition I star I bar എന്നൊക്കെയാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം, അതാണ് ഇപ്പോൾ. ദിസ് ഇസ് പാത്ത് ഹോമോട്ടോപിക് ടു എഫ് കോമ്പോസിഷൻ ഐ സ്റ്റാർ ഐ ബാർ. അതിൽ എഫ് കോമ്പോസിഷൻ E naught എന്ന് പറയുന്നത് E naught എല്ലാത്തിനെയും 0ലേക്ക്, അപ്പോൾ അത് F0യിലേക്ക് മാപ്പ് ചെയ്യും. F0 എന്ന് പറയുന്നത് x0 ആണ്. എഫ് കോമ്പോസിഷൻ E naught എല്ലാ പോയിന്റ്സിനെയും x0ലേക്ക്, ഈ 0 എപ്പോഴും 0ലേക്ക് ആയതുകൊണ്ട് എഫ് ഓഫ് 0യിലേക്ക് അല്ലെങ്കിൽ x0ലേക്ക് എല്ലാത്തിനെയും മാപ്പ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിന് EX0. EX0 ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. EX0 E naught എല്ലാത്തിനെയും 0യിലേക്ക്. അപ്പൊ എഫ് കോമ്പോസിഷൻ E naught എല്ലാത്തിനെയും F0യിലേക്ക്. F0 is a path in X from x0 to x1, x0 to x1. So it maps all points to x0 and this is EX0. Then EX0 is path homotopic to. This is F composition I star F composition I bar. F composition I identity map ആയിട്ടാണ് composition. This is F star. F composition I bar അത് F bar ആകും. I bar 1 minus s-ലേക്ക്, അപ്പോൾ F of 1 minus s എന്നാകും. F of s-നെ F of 1 minus s എഴുതുന്നതാണ് F bar എന്ന് പറയുന്നത്. F star F bar is homotopic to EX0 എന്ന് കിട്ടി. അതുകൊണ്ട് അവരുടെ ഇക്വലന്റ് ക്ലാസ്സസ് സെയിം ആയിരിക്കും. ഇക്വലന്റ് ക്ലാസ് EX0, ഇവർ രണ്ടുപേരും ഹോമോട്ടോപിക്, ഈക്വൽ ടു ഇക്വലന്റ് ക്ലാസ് F star F bar. And we know that equivalent class F star G is defined by equivalent class F star equivalent class G F bar. So equivalent class EX0 equal to equivalent class F star equivalent class F bar. അതുപോലെ ഇപ്പോൾ നമ്മൾ ഐ സ്റ്റാർ ഐ ടിൽഡ പരിഗണിച്ചതുപോലെ ഐ ടിൽഡ സ്റ്റാർ ഐ എടുക്കുവാണെങ്കിൽ എഫ് ബാർ ഇക്വലന്റ് ക്ലാസ് സ്റ്റാർ എഫ് ഇക്വലന്റ് ക്ലാസ്, അത് നമുക്ക് EX1 എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഗ്രൂപ്പോയിഡ് ഓപ്പറേഷനിലെ ഇൻവേഴ്സിന്റെ 2 കണ്ടീഷൻസ് ഉപയോഗിച്ചാണ് ഇൻവേഴ്സിന്റെ 3ാമത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അസോസിയേറ്റീവ് കൂടി പ്രൂവ് ചെയ്യാനുണ്ട് ഗ്രൂപ്പോയിഡ് ഓപ്പറേഷൻസ് പറയുമ്പോൾ. അപ്പോൾ അതടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.